ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വ്ളോഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വ്ളോഗാണ്. ഞങ്ങൾ ഫാമിലീൻ്റെ കൂടെ ചെറുതായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടും ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുജേറയിലേക്കാണ്. ആക്ച്വലി നിക്കുവേട്ടൻ്റെ ഏട്ടൻ നിതുവേട്ടനും ഷാലു ചേച്ചിയും കൂടെ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഒരു സ്റ്റേ വെക്കേഷൻ ഫുജേറയിൽ ഒരു റിസോർട്ടിൽ. സോ നമ്മളിപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഹോളിഡേ ബീച്ച് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ആൻഡ് ഓഫ് കോഴ്സ് ബീച്ച് വ്യൂ ഒക്കെയുള്ള ഒരു റിസോർട്ടാണ്. നമ്മളിപ്പം അവിടെ ജസ്റ്റ് ഒന്ന് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കാറ്റായിരുന്നു. ബിക്കോസ് ആ കടലിൻ്റെ ആ സൈഡൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കുറച്ചുകൂടെ കൂടി. ആൻഡ് റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി. ഇത് നോക്കൂ, നമ്മളെ ഗാർഡിയനായിട്ടാന്ന് തോന്നി ഈ രണ്ട് പൂച്ച. ഒരു സ്വൈര്യമില്ല. ഇത് കണ്ട അങ്ങനെ കുറേ നേരം നമ്മൾ ഹോട്ടലൊക്കെ ചുറ്റി നടന്ന് കണ്ടു. കുറച്ച് രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. രാത്രി പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. രാവിലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ എണീച്ചു സൺറൈസൊക്കെ കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ഒരു 6:45 ഒക്കെ ആകുമ്പോഴത്തേക്കും പുറത്തേക്കൊക്കെ ഇറങ്ങി സൺറൈസൊക്കെ കണ്ടു. ഇവിടെ ദുബായിൽ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പാണ് ദുബായിൽ. ആൻഡ് ഫുജേറ പോകുമ്പോൾ അതിലും തണുപ്പായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അവിടെ എന്താ പറയുക, എനിക്ക് ഇവിടുത്തെ അത്ര തണുപ്പ് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേ ഉണ്ടായിട്ടില്ല. ഈവൻ രാവിലെയൊക്കെ ഞാൻ നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ബട്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു.
അത് നിങ്ങളെ സോപ്പിടുന്നതാണ്, നിങ്ങളെ സോപ്പിടുന്നതാണ്. സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കഴിക്കാൻ പോയി. ആൻഡ് റൂമിലേക്ക് വിളിച്ചില്ല, അവിടെ പോയിട്ട് തന്നെ നോക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ഫുഡായിരുന്നു. അങ്ങനെ എല്ലാം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ശരിക്കും മറ്റേ ഇതായിരിക്കും, ഫ്രോത്തായിരിക്കും മോൾ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയി. ബീച്ചിൻ്റെ കളർ ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഈ ഫോണിൽ കാണിക്കുന്നതിനെക്കാട്ടിയും അതിൻ്റെ എത്രയോ ഇരട്ടി ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല സുഖം, പക്ഷെ എനിക്ക് തണുക്കാം. സൂപ്പർ കാറ്റാണ്, ബട്ട് ഭയങ്കര തണുപ്പടിക്കണം. ഇല്ലാന്ന് തോന്നുന്നു. സോ ഗായ്സ്, ഒരു 12 PM ഒക്കെ ആയപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ റെഡിയായി ഇറങ്ങി. അത് കണ്ടിട്ടില്ല റൂമിലൊന്നും. ഇല്ല, വാ. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി. ബിക്കോസ് കളർ കണ്ടിട്ട് നിർത്താതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയായിരുന്നു അത്.
ഹാപ്പി ആനിവേഴ്സറി വേറെ ഇതെടുക്കും അല്ലേ ആസ്വദിക്ക് ആസ്വദിക്ക് ഇല്ല മറ്റേ ആ ഉഷ് ഞാൻ